മലയാള സിനിമയിൽ ദൃശ്യവിന്യാസത്തിൻ്റെയും കഥ പറച്ചിലിൻ്റെയും ഗതി മാറ്റി തിരിച്ച ഒരു ഗുരുഭൂതനോടൊപ്പമാണ് സിനിമാ കാര്യങ്ങൾ ഇന്ന്. എ. വിൻസെൻ്റ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടുകഴിഞ്ഞ വിൻസെൻ്റ് മാഷ് ഇന്ന് ചെന്നൈയിലെ ചെക്പെട്ടിലെ തൻ്റെ വസതിയിൽ വിശ്രമ ജീവിതത്തിലാണ്. അരനൂറ്റാണ്ട് കഴിഞ്ഞു നിൽക്കുന്ന ആ അനുഭവ പെരുമയുടെ ഓർമ്മകളുടെ തീരങ്ങളിലൂടെ നമുക്കൊപ്പം നടക്കാം. ചലച്ചിത്രം എന്ന കലാരൂപത്തിൻ്റെ ബഹുതല സാങ്കേതിക മർമ്മങ്ങൾ തിരിച്ചറിയുന്ന ഒരാളിനെ മാത്രമേ ഒരു സമ്പൂർണ്ണ ചലച്ചിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കാനാവൂ. മലയാളം അത്തരമൊരു സമഗ്രതയെ ആദ്യം കണ്ടറിഞ്ഞത് എ. വിൻസെൻ്റ് എന്ന ബഹുമുഖ പ്രതിഭയിലൂടെയാണ്. മലയാള സിനിമയുടെ നവോത്ഥാനത്തിൻ്റെ ആദ്യ പൊടിപ്പായ നീലക്കുയിലിൻ്റെ ഛായാഗ്രാഹകനായി അരങ്ങേറി. ഭാർഗവി നിലയത്തിലൂടെ സംവിധായക നിയോഗം അദ്ദേഹത്തിൽ വന്നു ചേർന്നു. ദൃശ്യങ്ങൾ കഥാഗതിയെ നിർണയിച്ചു കാണിച്ച ആദ്യ അനുഭവമായിരുന്നു മലയാളിക്ക് ഭാർഗവി നിലയം. മലയാള സിനിമയിലെ നിയോ റിയലിസത്തിൻ്റെ പുലരിപ്പക്ഷികൾ എന്ന് വിശേഷിപ്പിക്കുന്ന മുറപ്പെണ്ണിലൂടെയും നഗരമേ നന്ദിയിലൂടെയും പ്രേക്ഷകന്റെ ഭാവുകത്വ പരിണാമത്തിന് ചുക്കാൻ പിടിച്ചു. മലയാള സിനിമ സംവിധാന ഛായാഗ്രഹണ മേഖലയിലെ ലിവിങ് ലെജൻഡ് ശ്രീ വിൻസെൻ്റ് മാസ്റ്ററാണ് ഇന്ന് സിനിമാ കാര്യങ്ങളിലെ അതിഥി. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, സിനിമയിലൂടെ കാണിച്ചു തന്നിട്ടുള്ള അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും സിനിമയിലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. സിനിമയിൽ വരണമെന്ന ആഗ്രഹം തോന്നി വന്നതാണോ അതോ യാദൃശ്ചികമായിട്ട് സിനിമയിൽ വന്നതാണോ? എനിക്ക് ആക്ച്വലി മെഡിസിൻ പഠിച്ചിട്ട് ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു ഒരു ആശ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു മെഡിക്കൽ കോളേജെല്ലാം പോകാൻ ഒന്നുകിൽ മംഗലാപുരം പോകണം, ഇല്ലെങ്കിൽ മദ്രാസിൽ പോകണം. അതൊന്നും ചിലവൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഒരു ഇൻകം ടാക്സ് കമ്മീഷണർ ഉണ്ടായിരുന്നു മദ്രാസിൽ, അച്യുതൻ നായർ. അങ്ങേർക്ക് 2 പെൺകുട്ടികളാണ്. ഒരു മൂത്ത പെൺകുട്ടി രുക്മിണി. അവരുടെ പടം അച്ഛനെടുത്തു. ആ കുട്ടി നല്ല ഡാൻസറാണ്. അപ്പം രമ്പ പന്ത് കളിക്കുന്ന മാതിരിയുള്ള പോസ്റ്റിലിങ്ങനെ നിന്നിട്ട് പന്ത് തട്ടി പന്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് നെഗറ്റീവിൽ. അതെടുത്തു, അത് കളർ ചെയ്തിട്ട് അവർക്ക് കൊടുത്ത് വലിയ തൃപ്തിയായിരുന്നു. സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? അച്ഛനൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ചിത്രാ സ്റ്റുഡിയോ. അതിൽ അവർ വീണ്ടും വന്നു, ഫുൾ ഫാമിലി വന്നിട്ട്. അപ്പോൾ അച്ഛനില്ല. അപ്പം ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ എടുത്ത് തരണമെന്ന് പറഞ്ഞു. ഞാനന്ന് ഇൻ്റർമീഡിയറ്റ് ചേർന്നിട്ടേ ഉള്ളൂ. അത് ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ക്യാമറയെല്ലാം വെച്ച് ലൈറ്റെല്ലാം ഓൺ ചെയ്ത് എല്ലാം കുറേ 3-4 ഫോട്ടോഗ്രാഫ്സ് എടുത്ത് അത് ഉടനെ ഡെവലപ്പ് ചെയ്ത്. അന്നത്തെ കാലത്ത് POP എന്ന് പറയും, പ്രിൻ്റ് ഔട്ട് പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ഏകദേശം വയലറ്റ് കളറിലാണ് പ്രിൻ്റ് ആവുക. അത് വെളിച്ചത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ, അങ്ങനെ കാണിക്കാൻ. അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഫെയ്ഡായിപ്പം ബ്രൗണായിപ്പോൾ. അതും ഹൈപ്പോ ഫിക്സാറ്റീവ് അതിലിട്ടിട്ട് ഫിക്സ് ചെയ്ത് ഉണക്കിയിട്ട് കാണിച്ചു കൂടെ. എല്ലാം അരമണിക്കൂർ ചെയ്യാതെല്ലാം ചെയ്ത് അവർ കണ്ടിട്ട് അവർ പറഞ്ഞു ഇതെല്ലാം ക്യാമായിട്ടുണ്ടല്ലോ. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ പിന്നെ മീറ്റ് ചെയ്തതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ മകനെ വല്ല ഞങ്ങൾ ഏർപ്പാട് ചെയ്യുക. മദ്രാസിൽ ഒരു ജെമിനി സ്റ്റുഡിയോസ് ഉണ്ട്, അവിടെ ചേർത്ത് വിടാൻ വേണ്ടിയിട്ട്. ഇങ്ങേർക്ക് മദ്രാസിൽ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം നല്ല ഇതുണ്ടല്ലോ, ഇൻകം ടാക്സ് കമ്മീഷണറായിരുന്നു. അവർ ഓഡിറ്ററെ വിളിച്ച് പറഞ്ഞു, അയാളൊരു അയ്യരാ. അപ്പം അങ്ങനെയാണ് ഞാൻ സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെടുത്ത് വല്ല സ്റ്റിൽസ് എല്ലാം ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. അതിൽ ചീഫ് എക്സിക്യൂട്ടീവ് രാമയ്യർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇത് മിസ്റ്റർ വാസന് കാണിക്കണം. ഞാൻ ഉടൻ തന്നെ ഒരു പാക്കറ്റ് കൊണ്ടായിരുന്നു. അതിലിട്ടിട്ട് അത് തുറന്ന് ഒരു 10-20 പടങ്ങൾ മറ്റേ റോളിഫ്ലെക്സ് ക്യാമറയിലെടുത്ത് ഏർലി മോർണിംഗ് മിസ്റ്റിൽ സൂര്യൻ റേസ് ഇങ്ങനെ വരുന്നത് ഇതെല്ലാം കണ്ടു നോക്കിയ ഉടനെ എല്ലാം ഒന്ന് മൂടി വെച്ച് പറഞ്ഞ് തൽക്കാലം ഓക്കെ
ഹാളിൽ ഇരിക്കും. അപ്പോയിൻമെൻ്റ് ഓർഡറും മറ്റേ സാലറി, അന്നത്തെ കാലത്തെ സാലറി 65 റുപ്യായിരുന്നു. അപ്പോൾ ഉടനെ ചേർന്നു. സാറ് വന്നതിന് ശേഷമാണോ മറ്റേ ഈ ചന്ദ്രലേഖയൊക്കെ ചെയ്ത്? ചന്ദ്രലേഖയുടെ വർക്ക് നടക്കുകയായിരുന്നു ഞാൻ പോയപ്പം. അപ്പോൾ എന്നെ അസിസ്റ്റൻറ്റ് ക്യാമറ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു അത്. 3 മാസത്തിൽ തന്നെ ഞാൻ അസിസ്റ്റൻറ്റ് ക്യാമറാമാനായി. കാരണം വർക്കെല്ലാം കണ്ടപ്പോൾ അവർക്ക് ഉടനെ പ്രൊമോഷൻ എഴുത്തന്ന് സാലറി ഇൻക്രീസ് ചെയ്തിട്ട് അന്നത്തെ സാലറി 125. അപ്പോൾ അവിടെ ഡ്രം ഡാൻസിന് പടം കണ്ടിട്ടില്ല, അതിലൊരു ഡ്രം ഡാൻസ്, അതിൽ 4 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യും. അപ്പം എനിക്ക് പോസ്റ്റ് ഒരു ക്യാമറയുടെ അടുത്താണ്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ ജെമിനി സ്റ്റുഡിയോയിൽ മങ്കമ്മ ശബ്ദം തെലുങ്കിൽ ഹിന്ദിയിലും റീഷൂട്ട് ചെയ്തു. തെലുങ്കിൽ സാർ ഒരു 10-50 പടം ചെയ്തിട്ടുണ്ടാവും ക്യാമറാമാനായിട്ട്? ഒരു 50 പടത്തിന് മേലെ ചെയ്തിട്ടുണ്ട്. തമിഴിൽ ആദ്യം ചെയ്ത പടം ഏതാ? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് LV പ്രസാദിൻ്റെ കമ്പനി അഞ്ജലി ദേവി എന്ന് പറഞ്ഞൊരു തെലുങ്ക് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അവർ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. പൂങ്കോതൈ തമിഴിലും പരദേശി തെലുങ്കിലും. അപ്പോൾ അതിൽ കമാൽ ഘോഷ് ക്യാമറമാനായിരുന്നു. അതിൽ എന്നെ ഓപ്പറേറ്റീവ് ക്യാമറമാനായിരുന്നു കമാൽ ഘോഷ് വിളിച്ച്. അങ്ങനെ ഇരിക്കുമ്പം ഒരു മേക്കപ്പ് ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു ഒരാൾ, ഈ LV പ്രസാദ്. മേക്കപ്പ് ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആരാണെന്ന് പറഞ്ഞാൽ ഒരു 4 തമിഴ് നടന്മാർ, ചെറുപ്പക്കാരെ. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ശിവാജി പേരില്ല, ടൈറ്റിൽ കിട്ടിയില്ല. ഗണേശൻ വേറൊരു പയ്യൻ, തെലുങ്കിൽ 2 പേര്. LV പ്രസാദ് പറഞ്ഞ് ഞങ്ങൾക്ക് ശിവാജിയെ ടെസ്റ്റെല്ലാം കണ്ടിട്ട് പറഞ്ഞു. പിന്നെ ചെയ്ത ഒരു തമിഴ് സിനിമ ഏതായിരിക്കും? ആ പടം റിലീസായി. അതിന് മുന്നേ റിലീസാകുന്നതിൻ്റെ മുന്നേ തന്നെ AVMൽ ഇയാൾ പോയിട്ട് പരാശക്തി എന്ന് പറഞ്ഞൊരു പടത്തിന് കേട്ടിട്ടുണ്ട്. പരാശക്തി അതിൽ പോയി ആക്ട് ചെയ്തു. അത് ആദ്യം റിലീസ് ചെയ്തു. അപ്പോൾ അതാണ് ശിവാജിയുടെ പക്ഷേ ശിവാജിയുടെ ആദ്യത്തെ പിക്ചർ ഈ പൂങ്കോതയാണ്. അത് കഴിഞ്ഞിട്ട് അമരദീപം എൻ്റെ അടുത്ത് വർക്ക് ചെയ്യാൻ പറയും. കമാൽ ഘോഷ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അവർ പേ ചെയ്യും. കൂടെ മൂപ്പർക്ക് എപ്പോഴും വരാൻ പറ്റില്ല, എപ്പോഴെങ്കിലും വരുള്ളൂ. അങ്ങനെ പ്രാക്ടിക്കലിൽ വരാറേ ഇല്ല. ഫുൾ പിക്ചർ ഞാൻ തന്നെയാണ് ചെയ്തത്. ഇവരുടെ എല്ലാം സ്റ്റൈല് സ്കൈ ലൈറ്റിംഗ് ഇല്ലേ, അപ്പം സ്കൈ ലൈറ്റിംഗ് എല്ലാം പെയിൻറ്റിങ് അല്ലേ. പിന്നെ ചുമരെല്ലാം ഈ കാവ്യാണ് അടിക്കുക. ഞാൻ പറഞ്ഞു ഡയറക്ടർ ഈ കാവ്യ അടിക്കുന്നത് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു നമുക്ക് ഗ്രേ അടിക്കാം. ഞാൻ പറഞ്ഞു പക്ക വൈറ്റായിട്ട് തന്നെ നോർമൽ ചുമരല്ലേ ഞങ്ങൾ ഷൂട്ട് ചെയ്ത്, അത് വൈറ്റല്ലേ. അപ്പം ഇല്ല ഗ്ലെയർ അടിക്കുമെന്നെല്ലാം പറയും മറ്റുള്ള ക്യാമറ. ഞാൻ പറഞ്ഞു ഒന്നും പ്രശ്നമില്ല, നമ്മളൊരു കാര്യം ചെയ്യും, നമ്മുടെ സെറ്റിനൊന്നും കാവ്യോ അടിക്കണ്ട ഗ്രേയോ അടിക്കണ്ട. ഭയങ്കര നമുക്ക് കണ്ണിന് ഇറിറ്റേറ്റിംഗ് കളറാണ് ഈ കാവി. അതേമാതിരി തന്നെ ഒരു ഡാർക്ക് ഗ്രേ, ആഷ് ഗ്രേ ഇടും. അതും മനസ്സിനൊരു നമുക്കെന്തോ റിയാലിറ്റിയിൽ നിന്ന് അകന്നു പോയ മാതിരി ഒരു ഫീലിംഗ് വരും. അപ്പം തമിഴ് പടത്തിൻ്റെ ഷൂട്ടിംഗ് ഫിലിം എടുക്കുന്ന മെത്തേഡ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം സ്ലോ ആയിട്ട് സൗത്ത് ഇന്ത്യയിൽ ഈ ആൾക്കാരെല്ലാം അത് തന്നെ ചെയ്യാൻ തുടങ്ങി.